ഇന്നത്തെ ദിവസം തന്നെ നിർണായകമാകുന്നത് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു മറുപടിയിന്മേലാണ്. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സർക്കാർ സമയപരിധി നിശ്ചയിച്ച വിധിയിൽ വ്യക്തത തേടി രാഷ്ട്രപതി നൽകിയിട്ടുള്ള റഫറൻസിന് ഇന്ന് സുപ്രീം കോടതി മറുപടി നൽകുകയാണ്. ഇപ്പോൾ കോടതി ആ വിഷയം പരിഗണിക്കുന്നു. കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചീഫ് ജസ്റ്റിസ് ഗവായിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മറുപടി നൽകുകയാണ്. 14 വിഷയങ്ങളിലാണ് വ്യക്തത തേടിയിരിക്കുന്നത് രാഷ്ട്രപതി. എന്ത് മറുപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ള 5 അംഗ ബെഞ്ചാണ് ഇതിലൊരു വ്യക്തത വരുത്തുന്നത്. എന്തായാലും അത് എങ്ങനെയായാലും അത് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രസ്താവന മറുപടിയായിരിക്കുമെന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിന്മേൽ ഭരണഘടനയുടെ 200-201 വകുപ്പുകൾ പ്രകാരം രാഷ്ട്രപതിയുടെ ഏത് സമയപരിധിയിലൊക്കെ രാഷ്ട്രപതിക്ക് തീരുമാനമെടുക്കാനാവുന്നതാണ്. അതിലേതെങ്കിലും തരത്തിൽ ജുഡീഷ്യറിക്ക് ഇടപെടാനാകുമോ എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ഉന്നയിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് കോടതി നൽകേണ്ടത്. പി ബസന്ത് ഉണ്ട് വിവരങ്ങളുമായിട്ട്. ബസന്ത്, കോടതി നടപടി തുടങ്ങിയല്ലേ? കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ആ റെഫറൻസിനുള്ള മറുപടിയാണ് ഇപ്പോൾ CJ പറയുന്നത്. ഗവർണർക്ക് മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. അതായത് കോടതി പരിഗണിച്ച വിഷയം അതായിരുന്നു. ഒന്ന്, ഒരു ബില്ല് നിയമസഭ പാസ്സാക്കി ഗവർണറുടെ മുന്നിൽ കൊടുക്കുകയാണെങ്കിൽ ഗവർണറുടെ മുന്നിൽ എന്തൊക്കെയാണ് സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ അത് അംഗീകാരം നൽകാം, ഇല്ലെങ്കിൽ അത് പിടിച്ചു വെക്കാം. അതായത് തീരുമാനമെടുക്കുന്നത് വരെ അടുത്ത് പിടിച്ചു വെക്കാൻ ഗവർണർക്ക് അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു ഒരു വാദം വന്നത്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് അങ്ങനെ പിടിച്ചു വെക്കാൻ കഴിയില്ല, അനന്തമായി പിടിച്ചു വെക്കാൻ കഴിയില്ല. അത് തിരിച്ചു വീണ്ടും നിയമസഭയുടെ പരിഗണനയ്ക്ക് അയക്കണം. നിയമസഭ അത് വീണ്ടും അംഗീകരിക്കുകയാണെങ്കിൽ അത് ഗവർണർ നിർബന്ധമായും ഒപ്പിടേണ്ടതാണ് എന്നുള്ളതാണ് മറ്റൊരു വാദം കോടതിയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോടതി പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു റെഫറൻസിന് മുറിച്ച് കോടതിയുടെ അഭിപ്രായം ഇതാണ്. ഈ അനന്തമായി അത് പിടിച്ചു വെക്കാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഗവർണർക്ക് അത്തരത്തിലൊരു അധികാരം ലഭിക്കുന്നത് അത് ഫെഡറലിസത്തിന് എതിരാണ് എന്നാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞിരിക്കുന്നത്. അതായത് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് we are of the option that if two interpretation is possible it encourages harmony and in such cases the option returning to the house may be preferred. അതായത് അത്തരമൊരു സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഗവർണർക്ക് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ അത് നിയമസഭയിലേക്ക് മടക്കി അയക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു സാധ്യതയാണ് വേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ. അതായത് ഇറ്റ് വിൽ ബി അഗെയിൻസ്റ്റ് ഫെഡറലിസം ഇഫ് ദ ഗവർണർ ഈസ് അലൗഡ് ടു വിത്ത്ഹോൾഡ് വിത്തൗട്ട് റിഫറിങ് ടു ദ ഫസ്റ്റ് പ്രൊവിസോ എന്നുള്ളത്. അതായത് നിയമസഭയുടെ പരിഗണനയ്ക്ക് വീണ്ടും ആ ബില്ല് വിടുന്നതിന് പകരം അനന്തകാലം ഇത് പിടിച്ചു വെക്കുന്നത് ഫെഡറലിസത്തിന് എതിരാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ ഉത്തരവിന്മേലുള്ള ഒരു അപ്പീലല്ല കോടതി പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം ഒരു അപ്പീൽ ഞങ്ങൾ പരിഗണിക്കില്ല എന്ന് കോടതി വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ റെഫറൻസിലേക്ക് പോയത്. അതായത് 14 വിഷയങ്ങൾ രാഷ്ട്രപതി കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നു, അല്ലെങ്കിൽ അഭിപ്രായം തേടാനായിട്ട് വിട്ടിരുന്നു. അതിൽ കോടതി അഭിപ്രായം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ചോദ്യങ്ങൾക്കുള്ളൊരു മറുപടി മാത്രമാണിത്. ഇത് രാഷ്ട്രപതിയിൽ ബൈൻഡിംഗ് അല്ല, അല്ലെങ്കിൽ രാഷ്ട്രപതി നടപ്പാക്കാൻ നിർബന്ധിതവുമൊന്നുമല്ല. പക്ഷേ കോടതിയുടെ ഒരു അഭിപ്രായം കോടതി ഇപ്പോൾ പറയുന്നു എന്നുള്ളതാണ്. തമിഴ്നാട് കേസിൻ്റെ ഒരു അപ്പീലായ അല്ലെങ്കിൽ അതിനുള്ള റിവിഷനോ അല്ലെങ്കിൽ അപ്പീലിന്മേലുള്ള ഒരു തീരുമാനമോ വിധിയോ ഒന്നുമല്ല ഇത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് വേണം നമ്മൾ ഈ വിഷയത്തെ സമീപിക്കാൻ. അപ്പോൾ ഇത് കോടതി ഒരു മറുപടി നൽകുന്നത് മാത്രമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഗവർണർക്ക് അത് അനന്തമായി ഈ ബില്ലുകൾ പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ അംഗീകാരം നൽകാതെ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാതെ പിടിച്ചു വെക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഒന്ന്, ഗവർണർക്ക് വേണമെങ്കിൽ അനുമതി നൽകാം. 2, ഇത് തൽക്കാലത്തേക്ക് പിടിച്ചു വെക്കാം. പിന്നെ അതിലൊരു തീരുമാനമെടുക്കാൻ കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ വീണ്ടും നിയമസഭയുടെ പരിശോധനയ്ക്ക് വിടാൻ കഴിയും. ആ നിയമസഭ വീണ്ടും ആ ബില്ല് പരിഗണിച്ച് തിരിച്ചു വരികയാണെങ്കിൽ അത് അംഗീകരിക്കണം എന്നുള്ളതാണ് നിലവിലുള്ള ഒരു നിയമം എന്ന് പറയുന്നത്. അത് തന്നെയാണ് കോടതി ഇപ്പോഴും പറയുന്നത്. അനന്തമായി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, അനന്തമായി പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് ഇപ്പോൾ അതാണ്. ഗവർണർക്ക് അങ്ങനെ അനന്തമായി ഒരു ബില്ല് എടുത്തു വെക്കാൻ ഉണ്ടാവില്ല. അതേസമയം
ഈ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. സാധാരണ ബില്ലിന്മേലുള്ള സാധാരണ ഒരു ലീഗൽ ഒപ്പീനിയനൊക്കെ ഗവർണർ ഇക്കാര്യത്തിൽ തേടാറുണ്ട്. ഇതിൻ്റെ ബില്ലിൻ്റെ ഭരണഘടനാപരമായ സാധുത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗവർണർ പരിശോധിക്കുന്നതാണ് സാധാരണ ഉള്ളത്. ഇതിന് ശേഷമായിരിക്കും അംഗീകാരം നൽകുക, അല്ലെങ്കിൽ അത് വീണ്ടും നിയമസഭയുടെ പരിഗണനയ്ക്ക് മടക്കി അയക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു ഇത് ഫെഡറലിസത്തിന് എതിരാണ് എന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷേ ഇതിൽ തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി തങ്ങളുടെ ഭരണഘടനയുടെ പ്രകാരമുള്ള വിവേചനാധികാരം പ്രയോഗിച്ച് ആ ഗവർണർ TN രവി തടഞ്ഞു വെച്ചിരുന്ന ബില്ലുകൾക്കെല്ലാം അംഗീകാരം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതി തന്നെ അംഗീകാരം ഡീംഡ് അസന്റ് കൊടുത്തു എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ വിധി വന്നത്. ആ ഒരു നിലപാടിനോട് ഇപ്പോൾ ഈ ഹർജി നൽകിയവരും യോജിക്കുന്നില്ല. അതായത് എതിർഭാഗത്ത് സർക്കാരിനെതിരായ ഭാഗത്ത് കപിൽ സിബലായിരുന്നാലും അഭിഷേക് സിംഗ്വി ആയിരുന്നാലും അതിനോട് യോജിച്ചിരുന്നില്ല. അത്തരമൊരു നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതായത് കോടതി തന്നെ നേരിട്ട് അംഗീകാരം കൊടുക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഗവർണർമാർക്കൊരു സമയബന്ധിതമായി ഈ ബില്ലുകളിന്മേൽ നടപടിയെടുക്കണം എന്നുള്ള ആ ഒരു കോടതിയുടെ അഭിപ്രായം, അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ അക്കാര്യത്തിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കണം എന്നുള്ള ആ സമയബന്ധിതമായ ഒരു നിർദ്ദേശത്തോട് യോജിക്കുന്നു എന്നുള്ളൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. ഏതായാലും നിലവിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് കോടതി ആവർത്തിക്കുന്നത്. നിങ്ങൾ ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിയമസഭയുടെ പരിഗണനയ്ക്ക് മടക്കി അയക്കണം. അവിടെ നിയമസഭ വീണ്ടും അത് അംഗീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് അംഗീകാരം നൽകാൻ ബാധ്യസ്ഥമാണ് ഗവർണർ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. 14 ചോദ്യങ്ങളാണ് റഫറൻസ് ആണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടിരുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഈ സമയബന്ധിതമായിട്ടുള്ള ഈ ഒരു തീരുമാനമെടുക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഇത് നടപ്പാക്കാൻ ഭരണഘടനാപരമായി ബാധ്യസ്ഥമാണോ എന്നുള്ളതാണ്. കോടതി അതിലൊരു ഫെഡറലിസത്തിന് എതിരായിരിക്കും അനന്തമായി ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളതാണ്. ഇറ്റ് വിൽ ബി അഗെയിൻസ്റ്റ് ഫെഡറലിസം ഇഫ് ദ ഗവർണർ ഈസ് അലൗഡ് ടു വിത്ത്ഹോൾഡ് വിത്തൗട്ട് റെഫറിങ് ടു ദ ഫസ്റ്റ് പ്രൊവിസോ എന്ന് പറയുന്നത് തിരിച്ച് മടക്കി അയക്കാൻ ഉള്ള ഒരു ഭാഗം അതിലുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ അടിസ്ഥാനത്തിൽ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ഗവർണർക്ക് വിവേചന അധികാരവും വിനിയോഗിക്കാം എന്നുള്ളൊരു ഭാഗം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് മന്ത്രിസഭയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന വാദമാണ് വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിച്ചത്. കേരളമടക്കം പശ്ചിമ ബംഗാൾ, അതോടൊപ്പം തന്നെ തമിഴ്നാട്, പഞ്ചാബ്, ഈ സംസ്ഥാനങ്ങളൊക്കെ ആ തരത്തിലുള്ളൊരു വാദമാണ് ഉന്നയിച്ചിരുന്നത്. അത് അത്തരത്തിലൊരു വാദത്തെ കോടതി അംഗീകരിക്കുന്നില്ല. മന്ത്രിസഭയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന വാദം ഇപ്പോൾ ഈ 5 ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ചിട്ടില്ല. ഗവർണർക്ക് വിവേചന അധികാരവും വിനിയോഗിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്ന മറ്റൊരു ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതായത് ഗവർണർ തീരുമാനം എടുത്തില്ലെങ്കിൽ ബില്ല് അംഗീകരിച്ചതായി കണക്കാക്കുമെന്ന നിലപാടിനോട് യോജിപ്പില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് തമിഴ്നാട് കേസിലുള്ള ആ ഒരു സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ച് ജസ്റ്റിസ് പർഡിവാലയും ജസ്റ്റിസ് മഹാദേവനും എടുത്ത ആ നിലപാട്, അതായത് തമിഴ്നാട്ടിലെ 11 ബില്ലുകൾ അംഗീകരിച്ചതായി കണക്കാക്കുന്നു എന്നുള്ള സുപ്രീം കോടതിയുടെ ആ നിലപാട് സുപ്രീം കോടതി ഇപ്പോൾ തള്ളിക്കളയുകയാണ്. അതായത് ബില്ലിൽ തീരുമാനമെടുക്കാതെ അത് അനന്തമായി നീളുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് മുൻപ് ഈ വിഷയം പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചപ്പോൾ കേന്ദ്രം നൽകിയിട്ടുള്ള മറുപടി ആ ബില്ല് മരിച്ചെന്ന്, ആ ബില്ല് ഇല്ലാണ്ടായെന്ന് കണക്കാക്കുക എന്നുള്ളതാണ്. അത് പരാമർശിക്കുന്നുണ്ടോ? ഇതിൽ പിന്നെ വാദങ്ങളല്ല ഇപ്പോൾ വരുന്നത്, കോടതിയുടെ നിലപാടുകളാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിലപാട്. അതായത് ഗവർണർ തീരുമാനമെടുത്തില്ലെങ്കിൽ സമയപരിധി പാടില്ല എന്നുള്ള ഒരു നിലപാട്. ബിൽ അംഗീകരിച്ചതായി കണക്കാക്കുമെന്ന നിലപാടിനോട് യോജിപ്പില്ല. സമയപരിധി പാടില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന